ശ്രീരാമ കഥാമൃതം കുറേശ്ശെയായിട്ട് നിങ്ങൾക്ക് പകർന്നു തരാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ മാസത്തിൽ തന്നെ ഭഗവാന്റെ കഥകൾ പറയാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇനി തുടങ്ങാം നമുക്ക്. രാമന്റെ കഥ, അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജനനവും അദ്ദേഹത്തിന്റെ കർമ്മങ്ങളും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുണ്യ ഗ്രന്ഥമാണ് രാമായണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായിട്ടാണ് ശ്രീരാമചന്ദ്രൻ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കഥ തുടങ്ങുന്നത് തന്നെ അയോധ്യ നഗരത്തിലും അവിടുത്തെ ചക്രവർത്തിയായിട്ടുള്ള ദശരഥ മഹാരാജാവിൽ നിന്നുമാണ്. അപ്പൊ ഒരു യാഗം നടത്താം, അതിലൂടെ അങ്ങേക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം ഋഷ്യശൃംഗ മഹർഷിയെ വരുത്തിയിട്ട് സരയൂ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് ഈ ദിവ്യ പുരുഷൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദൈവിക അംശമുള്ള ഒരു പായസം അത് ദശരഥനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നിട്ട് പറയുന്നുണ്ട്, ഇത് പത്നിമാർക്ക് കൊടുക്കുക, അങ്ങേക്ക് എത്രയും പെട്ടെന്ന് തന്നെ സന്താന ഭാഗ്യം ഉണ്ടാവും എന്നും അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഭയങ്കര ഒരു ഉത്സവം കൊണ്ടാടുന്ന പോലെയാണ് അവിടെ എല്ലാവരും അത് ആഘോഷിച്ചത്. അങ്ങനെ കാലക്രമേണ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ വളർന്നു വന്നു. അവരുടെ കളികളും ചിരികളും ഒക്കെ ആയിട്ട് ദശരഥ മഹാരാജ് വളരെയധികം സന്തോഷത്തോടെ കഴിയാണ്. കാരണം കുറെ വൈകിട്ടുണ്ടായ കുട്ടികളാണ്. നമുക്ക് അതേക്കുറിച്ച് ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ്. ഇത് കുറെ ആഗ്രഹിച്ചതിന് ശേഷം ഉണ്ടായി, അത്